ഖദീജെ, നേരെ 9:30 കഴിഞ്ഞല്ലോ. ഈ കുഞ്ഞാപ്പൂനെ കാണുന്നില്ല. ശരിയാണല്ലോ. ഈശ്വര, ഇന്ന് സ്കൂളിൽ ബെല്ലടിക്കും. നിങ്ങളിത് ആരെ നോക്കിക്ക? കുഞ്ഞാപ്പൂന്ന് വരും തോന്നില്ല. എന്തുപറ്റി? അറിഞ്ഞില്ലേ, കുഞ്ഞാപ്പൂനെ ഇന്നലെ പോലീസ് പിടിച്ചു. അതോ എന്തിന്? മലപ്പുറത്ത് ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയിന്. എന്താ തീപ്പെട്ടിയോ? തീപ്പെട്ടി അല്ലേ ചേച്ചി, ഫിലിം പെട്ടി. നമ്മുടെ സിനിമ ടാക്കീസ് കളിക്കുന്ന ഫിലിം പെട്ടി. എന്റെ പഠിച്ചോനെ, എന്നിട്ട് എന്താകാനാ, ജയിലിലാന്നാ കേട്ടത്. ജാമ്യം കിട്ടിയ ഭാഗ്യം. കുഞ്ഞാപ്പൂനെ പോലീസ് പിടിച്ചു നേരാണോ അമ്മേ? വെറുതെ പറയാം മോളെ. അമ്മേ, ദേ കുഞ്ഞാപ്പൂ. ഹലോ. എന്താ കുഞ്ഞാപ്പൂ ഈ കേക്കണത്? നീ ഫിലിം പെട്ടി മോഷ്ടിച്ചെന്നോ പോലീസ് പിടിച്ചെന്നോ? താത്ത, മോഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. പോലീസ് പിടിച്ചു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആളുടെ വിളി വന്നില്ലേ? നമ്മള് ബാലൻ മാഷോ? അയ്യേ, ബാലൻ മാഷ് വിളിച്ചു പറഞ്ഞ സിഐ വിടൂ. ഇത് നമ്മുടെ മമ്മൂട്ടി സാറ്. ആര്? കണിയാമ്പറത്തെ അറബി മാഷ് മമ്മൂട്ടി സാറോ? താത്ത എന്റെ മേടിക്കും. അറബി മാഷ് ഉറുദു മാഷോ ഒന്നും അല്ല, മെഗാസ്റ്റാർ മമ്മൂട്ടി. പറയാതെ വിശ്വാസമില്ല. ചന്ദ്രനോട് ചോദിച്ചോ, ഓം പോലും സത്യം പറയും. നേരാണോടെ ചന്ദ്ര? മമ്മൂട്ടി ഫോൺ വിളിച്ചോ? ആര്? ആരാന്നാ പറഞ്ഞ? മമ്മൂട്ടി. മമ്മൂട്ടി. ഇത്താത്ത ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നിങ്ങൾക്ക് എന്താ മമ്മൂട്ടി സാറെന്ന് മമ്മൂക്കി ഒന്ന് വിളിച്ച? ഒന്നുമില്ലെങ്കിലും 3 ഭരത് അവാർഡും ഒരു പത്മശ്രീയും കൊടുത്ത് ഈ രാജ്യം അംഗീകരിച്ച മഹാനായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. മമ്മൂട്ടി സാറ് വിളിച്ചെന്ന് പറഞ്ഞത് നേരാണോ? ആ, മമ്മൂട്ടി സാറ് വിളിച്ചു താത്ത, വിളിച്ചു. ഒന്നോർത്ത അയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പക്ഷെ അതാണ് സ്നേഹം. ആ മനസ്സ് നമ്മളൊക്കെ അടുത്തറിയണം. ഇത്താത്തക്കറിയോ, കഴിഞ്ഞ 3.5 വർഷമായിട്ട് മമ്മൂക്കയുടെ പടങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ചേരി ദേവകി സിനിമാക്സിലാണ്. 9 മക്കളും 28 ലക്ഷം. മായാവി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെ, സ്കൂളിൽ വെല്ലടിക്കാറായി. ഇപ്പൊ തന്നെ സമയം വൈകി. ബാക്കി പിന്നെ പറയാം. ലോകാര്യം അറിയാതെ വീട്ടിൽ പട്ടിണിയോ? ലക്ഷ്മിക്കുട്ടിയേ, എന്നാ പിന്നെ നോക്കല്ലേ കുഞ്ഞാപ്പൂ? ഇവിടെ 200 500 നോക്കാം. പോലീസിനെ കണ്ടു ഓടി വീണ വാണശ്ശേരി മൊയ്തീനെ ആശുപത്രിയിലാക്കിയ വക ചിലവ് 512 ഉറുപ്പിക 99 പൈസ. രാത്രി മണല് വാരാൻ പെട്രോൾ മാക്സ് കൊണ്ടുവന്ന ചെലവ്. കുറ്റിയടിക്കാൻ മേപ്പയൂർ പെരുമ്പടപ്പിൽ നിന്നും ആശാരിയെ കൊണ്ടുവന്നതിനും ആശാരിയെ കുന്നംകുളത്ത് തിരിച്ചു കൊണ്ടുവിട്ടതിനും ഓട്ടോ കൂലി. വാലൈക്കും അസ്സലാം 152 ഉറുപ്പിക 99 പൈസ. മൊയാളി കുറ്റിയടിക്കാൻ ആശാരിനെ കൊണ്ടുവന്നതിന്റെ ഓട്ടോക്കൂലിയുടെ കണക്കാ പറഞ്ഞത്. അതിനിടയ്ക്ക് ഇയാള് കുറ്റിയടിക്കാൻ ആശാരിനെ ജീപ്പി കൊണ്ട് നമ്മളല്ലേ, അതിനെന്താണ് ഓട്ടോ കാശ്? മൊയാളി കുറ്റി അടിക്കാൻ വന്നിട്ട് കുറ്റി അടിക്കാതെ പോയ ആശാരിന്റെ കണക്കാ പറഞ്ഞത്. കുറ്റി അടിക്കാൻ വന്നിട്ട് കുറ്റി അടിക്കാതെ പോയ ആശാരി, അതേ ആശാരി. മൊയാളി ആകെ മൊത്തം ടോട്ടൽ 6 ആശാരിമാര് വന്നു. അതിൽ 2 പേര് തിരിച്ചുപോയി, 2 പേര് കുറ്റിയടിച്ചു, 2 പേര് നോക്കി നിന്നു. ആദ്യം പോയ 2 പേര് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ എത്രയായി? അത് നമുക്ക് അറിയാമായിരുന്നു. അനക്ക് തീറ്റിയും കായി നമ്മൾ കണക്കപ്പിള്ളാക്കി വെച്ചേക്കുവാ. 6 ഇന്ന് 2 പോയ എത്രയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കി. 6 ഇന്ന് 2 പോയ 3 ആണോ? അല്ലേ ബെസ്റ്റ്. നോക്കൂത്തിയല്ലേ നിൽക്കാണ്ട് പോയി കണക്ക് കൃത്യമായിട്ട് എഴുതി വൈ. നല്ല നല്ല മൊഞ്ചത്തികൾ പെൺകുട്ടികളുള്ള 3-4 ഫോട്ടോ എടുക്കാൻകട്ടെ. ഇത് മൈമൂന, അത് കമറുന്നീസ. ചായ. എന്നോട് പാരാ ചായ കൊണ്ടുവരാൻ പറഞ്ഞ്? അനക്ക് ചായപ്പൊടിയുടെ വില എന്താണെന്ന് അറിയാം. പോയിരുന്ന് കുടിക്കടി അല്ല പഠിക്കടി. ഇങ്ങ് അന്നോളും കുട്ടിയെ. ഫോട്ടോ? ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? ഫോട്ടോ അത് കുഞ്ഞാപ്പൂന് കൊടുക്കാനാ. കുഞ്ഞാപ്പൂന് മമ്പറം നേർച്ചയ്ക്ക് വന്ന സർക്കസ് പരിപാടിന്റെ ഫോട്ടോ വേണോന്ന് ഇവനോട് പറഞ്ഞിരുന്നു. അതവ ഇന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. ആനമയിലോട്ടങ്ങളുടെ ഫോട്ടോ നമുക്ക് കാണണ വേണ്ട. എന്തിനാ ഉപ്പ? കുഞ്ഞാപ്പുക്കാനെ നിക്കാഹിപ്പിക്കാനല്ലേ ഈ പെൺകുട്ടികളുടെ ഫോട്ടോയും എടുത്ത് ബിരാനിക്കാനെ കുഞ്ഞാപ്പുക്കാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. കുഞ്ഞാപ്പുക്ക എന്നെ അല്ലാണ്ട് ഈ ദുനിയാവിൽ ഒരു പെണ്ണിനെയും കെട്ടാൻ പോടില്ല. നിങ്ങൾ കണ്ടോ? കുഞ്ഞാപ്പുക്ക അവൻ ആരാടി? എന്റെ ഉപ്പാന്റെ പെങ്ങടെ മോൻ, എന്റെ മോർച്ചെറുക്കൻ. എന്തേ എന്റെ തൊള്ളയിൽ ജീവനുണ്ടെങ്കിൽ അന്നെ അവന് ഞമ്മ കെട്ടിച്ചു കൊടുക്കൂല. ബിവാത്തു എടി ബിവാത്തു. എന്താ മുതലാളി എന്നെ വിളിച്ചാ? ജാനടാ ബിവാത്തു. അങ്ങോട്ട് മാറി. എന്താ മനസ്സിനെ? എന്റെ മോളോട് പറ എന്റെ തനി സ്വരൂപം കാണാനുള്ള സന്ദർഭം ഉണ്ടാക്കരുതെന്ന്. അതിന് ഞാൻ പറയണോ? ഇങ്ങക്ക് പറഞ്ഞൂടെ? ഇങ്ങക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അടുക്കളയിൽ ഒരു 100 കൂട്ടം ജോലി കിടക്കണം. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇത് ലേശം മത്സരിട്ടോളി. ഇങ്ങോട്ടുണ്ടാ 5 കുടിക്കും. കൊണ്ടുപോടി.
ഈ ഫോട്ടോ കൂട്ടി അവനെ കാണിച്ച് നിക്കാതെ നിശ്ചയിക്കടാ നമുക്ക്. ഇന്ന് ഞാൻ ഇതിൽ ഒരെണ്ണത്തിലേക്ക് ഉണ്ട് അങ്ങാട്ട് എവിടെ പോട്? ഓന്റെ കുടിയിലോട്ട് പോടാ. അല്ല നാസ്ത അല്ല മുതലാളി ഞമ്മൾ എങ്ങോട്ട് പോണോ? അന്റെ അല്ല ഇതാര് ഭീരാനാ? മക്കളെ ഓം പിച്ചക്കാരനൊന്നും അല്ല, കണ്ടാൽ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞത്? എന്റെ നെറ്റിയിൽ പിച്ചക്കാരനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനൊരു കളിതമാശ പറഞ്ഞതല്ലേ വീരാനെ. അന്റെ കാര്യം ഞങ്ങൾ എപ്പോഴോ ഇന്നലെ പറഞ്ഞു. എപ്പോഴാണാവോ മൂത്തമ്മന്റെ അടിക്കളത്തിൽ വെച്ചിരുന്ന കായ് കാണാണ്ട് പോയപ്പോ വീരാനെ ഈ കട്ടൂന്നല്ലോ. ഈ വരുമ്പോ തരാൻ വേണ്ടി വെച്ചിരുന്നതാ 15 ഉറുപ്പിയ. എനിക്കത് ഭരണം. നാടായ നാടൊക്കെ നടന്ന് ഞാൻ എത്ര പെൺകുട്ടികളുടെ ആലോചന മോന് കൊണ്ടുവന്നേക്കണത്. ആ ഓൻ ജിമ്മെടുക്കാൻ പോയി. എന്തെടുക്കാൻ? ജിമ്മെടുക്കാൻ. എടാ മസില് ഭരിപ്പിക്കാൻ. ഓ കരോട്ടം പഠിക്കാൻ. അങ്ങനെ പറ. ഉമ്മടെ കുടിയിൽ നിന്ന് പോണ്ടൊരുത്തൻ ഓനോട് പൊട്ടിക്കുന്ന ബൈലി എത്രയാണ് പോണെന്നറിയോ? ഓ ബ്ലാക്ക് ബെൽറ്റാ. കുഞ്ഞാപ്പൂനുണ്ട് 3-4 ബെൽറ്റ്. അത് നിക്കറിന്റെ ബെൽറ്റ് ആയിരിക്കും. ആനക്ക് കുടിക്കാൻ കഞ്ഞി വേണം, സുലൈമാനി വേണം. ഓ അതൊക്കെ കുട്ടികളോട് എടുത്തോക്കാൻ പറഞ്ഞാ മതി. ഇങ്ങനെ ഇരിക്കി. ഇങ്ങള് പെങ്ങാമാരി ആങ്ങൾ ചക്കനെ പറ്റി പെണ്ണ് സെലക്ട് ചെയ്തോളി. ഓ ഇനിയിപ്പൊ ഇത് സെലക്ട് ചെയ്ത് കുഴപ്പമുള്ളൂ. ഓനോട് റെഡിയായിട്ട് നിക്കല്ലേ? നീ എപ്പോ വന്നൊരു സീനത്ത്? ഓള് ഇന്നലെ ഓ മസിലും പേരിപ്പിച്ച് വരാനുള്ള സമയമാ. ഇങ്ങടെ മോൻ രക്ഷപ്പെടണമെങ്കിൽ കൂടുതൽ പെരിച്ചാന് ചവിട്ടി പുറത്താക്കണം. ഓന അവനെ കൂടി ബെടക്കാക്കണത്. ഹായ് വന്നല്ലോ പരമാല. അസ്സലാമലൈക്കും. ആ വലൈക്കും അസ്സലാം. എടാ ചന്ദ്ര, ആ കള്ളനോട്ട് കേസിൽ പോലീസ് പിടിച്ച് ചർച്ച ചെയ്യുന്ന ഇളയച്ചുണ്ടല്ലോ, അവൻ ചത്ത് കാണണല്ലോ, അതുണ്ടോ? കൊച്ചച്ഛൻ ചത്തു. മരണശേഷം രക്ഷയായിട്ട് ലൈനായി കല്യാണം കഴിച്ച് പുതുപ്പുറമല പനല് താമസമാക്കി ഇപ്പൊ 2 രക്ഷക്കുഞ്ഞുങ്ങളുണ്ടെന്നാ പറയുന്നേട്ടെ. നിങ്ങൾ എന്തിനാ എന്നോട് വെക്കിട്ട് വരാൻ വരുന്നത്? കുഞ്ഞാപ്പ ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വരാം. നിനക്ക് വേറെ പണിയില്ല, ഇയാള് നന്നാവൂല. ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ പുളിയാങ്കുന്ന് ബാബ ഹയ്യാർ ഹയ്യാർ ഹയ്യാർ. എടാ കുഞ്ഞാപ്പൂ, ബീരാനിക്ക് എത്ര ഫോട്ടോ കൊണ്ടുവന്നിരിക്കണ നീ ഒന്നും നോക്കിയത്? ഈ ഉമ്മാനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഇവിടെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റിയ സാഹചര്യമല്ലേ? ഇതാ ഇബ്ലീസ് ഹാജിയുടെ ഓരോ വിക്രസുകളാന്ന് അയാളുടെ മോളെ ഞാൻ പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോന്ന് പേടിച്ചിട്ട്. ഓള് സാഹചര്യം ഇറങ്ങി വരാൻ റെഡിയായിട്ട് നിക്ക. അയ്യൊന്ന് വിളിക്കാൻ. മിനിഞ്ഞാന്ന് ഞാൻ ചക്രപാണിയുടെ തുന്നൽപീടികയിൽ വെച്ച് കണ്ടു. നിന്റെ കാര്യം പറയുന്നിടത്ത് 100 നാവ. ആ ഓടെ വാപ്പായ്ക്ക് 100 നാവാ എന്നെ ചീത്ത വിളിക്കാൻ. കുഞ്ഞാപ്പൂ, നിനക്ക് മാമനോടല്ലേ കച്ചറയുള്ളൂ? ഓള് പാവാടാ. എന്റെ എത്താത്ത ഇബ്ലീസ് ഹാജിയുടെ മോളെ പൊന്നുകൊണ്ട് മൂടി ഇങ്ങ് തന്നേക്കാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. പിന്നെ എന്തിനാടാ ഈ പ്രേമാണ് ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അത് പിന്നെ അയാളെ മക്കാറാക്കാൻ. തമാശകൾ ചുടുക്കാൻ നമുക്ക് പണിയാവൂ. നല്ല മൊഞ്ചുള്ള കുട്ടി. ഒറ്റ നോട്ടം നോക്കിയാല് ഞമ്മളെ കാവ്യമാധവനെ പോലെ ഇരിക്കണ അല്ലേടി? അതെ, 2ാമതും 3ാമതും നോക്കിയാൽ അങ്ങനെ തോന്നൂ. അതുകൊണ്ടല്ലേ ആ കുട്ടിനെ ചങ്ങാഴ്ചമാരി നഫ്യാനായിരുന്നു വിളിക്കുന്നത്. ഏത് നായരായാലും ഓന് വേണ്ടെങ്കിൽ ഇങ്ങൾ ഓനെ പിടിച്ച് കെട്ടിക്കുവോ? അതെങ്ങനാ? വീടിനോടും കൂടപ്പുറപ്പുകളോടും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഓനിതൊക്കെ ചെയ്യൂ. സീനത്തെ ഇജിന്റെ കാര്യം നോക്ക്. എന്താടാ കാര്യം പറയുമ്പോ അനക്ക് പിടിക്കാത്തെ? അനക്ക് എത്ര വയസ്സായിന്ന വിചാരം? അന്റോട് പഠിച്ചവർക്കൊക്കെ എത്ര കുട്ടികളായി? ഓ കല്യാണം കഴിഞ്ഞാ പിന്നെ തോന്നിയാസം പോലത്തെ പോക്കും വരവ് നടക്കില്ലല്ലോ. എടി അന്നോട് ഞാൻ പറഞ്ഞു, വെറുതെ ഒച്ചയെടുത്ത് നാട്ടുകാരെ അറിയിക്കണ്ട. ഓള് പറയണേലും കാര്യല്ലേ കുഞ്ഞാപ്പൂ? അനക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകാനല്ലേ ഓളും ഞങ്ങളും ഒക്കെ ഈ പറയണത്. ഈ എന്താ അത് മനസ്സിലാക്കാത്തത്? ഓഹോ, ഉമ്മയും തുടങ്ങിയ ഉപദേശം. ഓളെന്നോട് പണ്ടവും പണവും വാങ്ങി ഒരു നിക്കാഹ് കഴിക്കാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഓടെ ഭർത്താവിന് ഗൾഫിൽ പോകാൻ ഒരു വിസ ശരിയായിട്ടുണ്ട്. അതിനൊരു 50,000 റുപ്യ വേണം. ഉമ്മയ്ക്ക് എന്താ വേണ്ടത്? എത്ര റുപ്യ വേണോടാ? ശരിയാ, 50,000 റുപ്യ എനിക്ക് വേണം. ഞാൻ ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെ തന്നെ ചോദിക്കാം? സീനത്തെ 30 പവനും 1.5 ലക്ഷം റുപ്യയും തന്ന് നിന്നെ നിക്കാഹ് കഴിപ്പിച്ച് വിട്ടത് 20 വർഷം മുമ്പ് ഉമ്മാനെ മൊഴിചൊല്ലിപ്പോയ തിരൂരങ്ങാടിക്കാരൻ ബാപ്പാവെന്നല്ല, ഈ ഉത്തരവാദിത്വമില്ല നടക്കുന്നവൻ തന്നെ. അന്ന് കുഞ്ഞാപ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുക. മൊറയൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരെ പഠിച്ചിറങ്ങിയ പിള്ളേരില് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായത് കുഞ്ഞാപ്പുവാ. എന്നിട്ടും കൂടെ പഠിച്ച ചങ്ങാതിമാരൊക്കെ കോളേജിൽ പോയപ്പോ കുഞ്ഞാപ്പ് പ്രൊമോഷൻ വാങ്ങിയത് ഡ്രൈവറായിട്ട്. അതുവരെ കിളിയായിരുന്നല്ലോ. പകൽ സ്കൂളിൽ പോവും, രാത്രി ജീപ്പിലും ലോറിക്കും ക്ലീനർ പണിക്കും. ചന്ദനത്തൈലം കടത്താൻ ഓട്ടം പോയിട്ടുണ്ട് കുഞ്ഞാപ്പു, ജീവൻ പണയം വെച്ച്. കുഴൽപ്പണക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. പേടിയില്ലാഞ്ഞിട്ടല്ല, വീട് കുടി കൂടപ്പറപ്പുകൾ എന്നൊക്കെ ഓർക്കുമ്പോ കുഞ്ഞാപ്പുന്റെ പേടി പോവും.
ഓള് പറഞ്ഞോട്ടെ, ഓക്ക് പണ്ടേ ഉള്ളതാ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ ഈ ഇളക്കം. പക്ഷെ ഉമ്മയും കൂടെ കൂട്ടത്തിൽ കൂടുമ്പോ ഇന്നെ ദ്രോഹിക്കാനോ ബസംപിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, ഒരു സഹോദര സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ. ബീരാനിക്കൊക്കെ അറിയോ, പണ്ടൊരു രാത്രി ഈ ഉമ്മ എനിക്കും കൂടപ്പുറപ്പുകൾക്കും വിഷം കലക്കി തന്നിട്ടുണ്ട്, ചാവാൻ. അന്ന് ഇവക്ക് 10 വയസ്സാ, എനിക്ക് 12. വിളമ്പി വെച്ച കഞ്ഞിയുടെ ബെടക്ക് വാടയും ഉമ്മാന്റെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് സംശയം തോന്നി ഞാൻ കഞ്ഞിപ്പാത്രം തെക്കേ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് മുതല് കുഞ്ഞാപ്പ് മൂവന്തി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോ കയ്യിലൊരു കിലോ അരിയോ മരിച്ചീനിയോ കാണും. പിന്നെ ഈ കുടിയിൽ ആരും പട്ടിണി അറിഞ്ഞിട്ടില്ല. ബീരാനിക്ക, കുഞ്ഞാപ്പ് നിക്കാഹ് കഴിക്കും, മാനം മര്യാദയ്ക്ക്. എന്നിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി അത് ജോറായിട്ട് നടത്തുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആമിനാന്റെ നിക്കാഹ് നടത്തണം. പിണങ്ങി പിരിഞ്ഞു വന്നു നിൽക്കുന്ന സുഹറായിന്റെ ഭർത്താവ് വീട്ടുകാരായിട്ടുള്ള കച്ചറയും തീർക്കണം. പണ്ട് നോമ്പുകാലം വരാൻ നോക്കിയിരിക്കുമായിരുന്നു ഉമ്മ. നോമ്പ് തുടങ്ങിയ പകല സമയത്ത് നമ്മൾ കുട്ടിയോളെ വിശക്കുന്നു പറയില്ലല്ലോ. അവിടുന്ന് വലിച്ചു നയിച്ച് ഇതുവരെ എത്തിച്ചില്ലേ കുഞ്ഞാപ്പു? എന്റെ കെട്ടിയോന്റെ വിസാന്റെ കായ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അടുത്ത ആഴ്ച കിട്ടും. കുഞ്ഞാപ്പൂ കഞ്ഞി കുടിച്ചിട്ട് പോടാ. വേണ്ട, കുട്ടി നാടാടല്ല പട്ടിണി അറിയണത്. ഓനെ വിളിച്ചാലും വരൂല, അതങ്ങനെയാ. മോളെ സൂറ, എന്താക്ക? എന്നാ പിന്നെ ആ കഞ്ഞി ബീരാനിക്കൊക്കെ എടുത്തോളി, തണുത്ത് ബെടക്കാക്കണ്ടല്ലോ. ഒരു നുള്ളി വെള്ളം അനക്ക് ഞാൻ തരില്ല. കുട്ടിയെ പട്ടിണിക്ക് പറഞ്ഞേക്കാൻ കാലത്ത് തന്നെ കയറി വന്നിരിക്കണ്. പുറത്ത് ഇറങ്ങിക്കോളാം. ഓന്റെ ഒരു കാവ്യമാധവൻ.